ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതിനുള്ള ഒരു കാരണം നിങ്ങൾക്കറിയോ? ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അതിന് ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് സാധാരണയായിട്ട് അക്യൂട്ട് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസോ ഒക്കെ ഉണ്ടാകുമ്പോൾ അനീമിയ അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകുന്നത് ആദ്യം വളരെ മൈൽഡായിട്ട് തുടങ്ങുമെങ്കിലും സമയം പോകുന്നതിനനുസരിച്ച് അത് ഗൗരവമായി മാറാം. അപ്പോൾ ഈ അക്യൂട്ട് ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ വരുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിൻ കൗണ്ട് 2 to 3 ഗ്രാം പെർ ഡെസിലിറ്റർ വരെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കുറയും. ഭൂരിഭാഗം ആൾക്കാരിലും ഇതൊരു പ്രശ്നമൊന്നുമില്ല, ഈ വളർച്ച ഒരു പ്രശ്നമൊന്നുമില്ലാതെ കുറേ കാലം നിലനിൽക്കുമെങ്കിലും ഈ ജിമ്മ് പോലുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ അക്യൂട്ട് ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെയുള്ള സാധാരണയുള്ള പണ്ടേയുള്ള അസുഖങ്ങളോ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളോ ഒക്കെ ഉള്ളവരിലാണെങ്കിൽ ഈ ജിമ്മിലേക്ക് പോയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിൻ കൗണ്ട് അവർക്ക് കുറയുന്നത് കൊണ്ട് സ്വതവേ കുറഞ്ഞത് കൊണ്ട് അവർക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ നെഞ്ഞുവേദന വരിക, എക്സസൈസ് ചെയ്യാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ നെഞ്ഞുവേദന അനുഭവപ്പെടുക, ശ്വാസതടസ്സം അനുഭവപ്പെടുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും എക്സസൈസ് ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു വീഴുന്നതിനോ അല്ലെങ്കിൽ മരണത്തിനൊക്കെ കാരണമാവും. അതുകൊണ്ട് ജിമ്മിൽ പോയിട്ട് ഹെവി വെയിറ്റ് എക്സസൈസ് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഈ കോവിഡ് പോലുള്ള അസുഖം വന്നിട്ടുള്ളവരാണെങ്കിൽ, അവർ ബ്ലഡിലുള്ള വൈറ്റമിൻ ഡിയുടെ അളവും അതുപോലെ തന്നെ സിറം ഫെറിറ്റിൻ ലെവലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അഥവാ ഈ ഫെറിറ്റിൻ ലെവലും ബ്ലഡിലുള്ള ലെവലിലൊക്കെ ബോഡി പരമാവധി നോർമലായി സൂക്ഷിക്കുന്നത് കൊണ്ട്, അതായത് ടിഷ്യൂസിലൊക്കെയുള്ള ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് വളരെയധികം കുറയുന്നത് വരെ ബ്ലഡിൽ ആ പാരാമീറ്റേഴ്സ് നോർമലായിട്ട് തന്നെ സൂക്ഷിക്കും. അതുകൊണ്ട് ബ്ലഡിൽ കാണണമെങ്കിൽ ഒരുപാട് പ്രോഗ്രസ് ആയിക്കഴിഞ്ഞ ശേഷം മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഹെവി വെയിറ്റ് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടോ ബോഡിയിൽ, അല്ലെങ്കിൽ വേറെ അസുഖങ്ങളുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവർ ആദ്യം പോകുന്നതിന് മുമ്പ് തന്നെ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് ഉണ്ട്. അതൊരു 3 മാസം തുടർച്ചയായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസ് കുറക്കാൻ സാധിക്കുകയും അങ്ങനെ അനീമിയെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുകയും ചെയ്യും. താങ്ക് യു.